ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെ കന്നിരാശിയിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. കന്നിരാശി എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ വരുന്നത് ഉത്തരത്തിൻ്റെ 3/4 ഭാഗം വരും, അത്തം വരും, ചിത്തിരയുടെ ആദ്യത്തെ 2 ഭാഗവും വരും. ഇതാണ് കന്നിരാശിയിലെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ രാശിയിലെ കേതുണ്ട്, 6ലെ ശക്തനായ ശനിയുണ്ട്, 6-ാം ഭാവത്തിലെ ശനി വിശേഷമാണ്. 7-ൽ രാഹുവുണ്ട്, 9-ൽ വ്യാഴമുണ്ട്, വളരെ വിശേഷമാണ്. പക്ഷേ 9-ൽ ചൊവ്വയും കൂടെ ഉണ്ട്, അത് അത്ര നല്ലതല്ല. പിന്നെയുള്ള 11ലേക്ക് രവി വന്നിട്ടുണ്ട്, അതും വളരെ വിശേഷമാണ്. ശുക്രനും ബുധനും ഉണ്ട് തുടക്കത്തിൽ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശുക്രനും ബുധനും മാറി 12-ലോട്ട് വരും. എന്നാലും ആ 2 ശുഭഗ്രഹങ്ങളും 12 വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ നമുക്ക് പറയാം വളരെ അനുകൂലമായ സ്ഥിതിയാണ്. ഈ മാസം കഴിഞ്ഞ മാസം എങ്ങനെയായിരുന്നോ അതിൻ്റെ കുറച്ചുകൂടെ നല്ലൊരു സൈഡാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ മാസം സൂര്യൻ 10-ലായിരുന്നു. നമ്മൾ സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് മാസഫലങ്ങൾ പറയുന്നത്. വളരെ അനുകൂലമായ കാര്യങ്ങളാണ്. ഫൈനാൻഷ്യലായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ശരിയായിട്ടുണ്ടായിരുന്നു, ഏകദേശമൊക്കെ ഫയലൊക്കെ മൂവ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം അത് ഫൈനാൻസ് നിങ്ങൾക്ക് കിട്ടും. ഫൈനാൻഷ്യലി വളരെ നല്ല മാസമാണ്. നിങ്ങൾക്ക് ചിലവാക്കാനുള്ള കിട്ടാനുള്ള എമൗണ്ടുകൾ കിട്ടാൻ എല്ലാ സാധ്യതയും കാണിക്കുന്നുണ്ട്. ബിസിനസ്സുകാർക്കും അവരുടെ എമൗണ്ടുകൾ പഴയ പെൻഡിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സെയിൽസ് ഓഫീസേഴ്സ് എല്ലാവർക്കും ആ ഒരു എമൗണ്ടെല്ലാം കിട്ടും എന്നാണ് ഈ ഗ്രഹസ്ഥിതി കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ തൊഴിൽ സംബന്ധമായും കഴിഞ്ഞ മാസം ചെയ്ത കാര്യങ്ങളുടെ പ്രയോജനം ലഭിക്കുന്ന ഒരു മാസമാണ് രവി 11-ൽ വന്ന കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം വർക്കുകൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ നമുക്ക് അപ്രീസിയേഷൻസും ഫൈനാൻസും അതിൻ്റെ ക്യാഷ് ഫ്ലോയും പ്രൊമോഷൻ ആ ചാൻസുകളെല്ലാം അതെല്ലാം നമുക്കിപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയും എന്നാണ് ഈ മാസം കൊണ്ട് പറയാൻ. ചുരുക്കി പറയാം, രാജയോഗ കാലഘട്ടമാണ്. കന്നിരാശിയിൽ ജനിച്ചവർക്ക് നന്നായിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നതും അതുതന്നെയാണ്. അത് തന്നെ സ്ത്രീകൾക്കും എല്ലാവർക്കും എന്തെല്ലാം വിഭാഗങ്ങൾ ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ വർക്കേഴ്സ്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, മാർക്കറ്റിംഗ് ആൾക്കാർ, ബുക്ക് പബ്ലിഷിംഗ് ബന്ധപ്പെട്ട ആൾക്കാർ, ഈ അങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗത്തിലെ ആൾക്കാർക്കും വളരെ അനുകൂലമായ ഒരു മാസമാണ് ഈ വരുന്ന കർക്കിടക മാസം. ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെ. അപ്പോൾ അത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ സ്ത്രീകൾക്കും വളരെ നല്ല സമയമാണ് സ്ത്രീകൾക്കും എല്ലാം. പക്ഷേ ഇവരെല്ലാം ആരും ഈ പറയുന്ന ഒരു മനുഷ്യനും ഓവർ റിസ്ക് എടുക്കാനും നിൽക്കരുത്. ചെറിയ റിസ്ക്കെല്ലാം ആകും. ഓവറായിട്ട് റിസ്ക് എടുത്താൽ അത് ബാക്ക് ഫെയർ ചെയ്യും. അത് മാത്രമേ കാര്യങ്ങൾ നോക്കാനുള്ളൂ. ബാക്കിയെല്ലാം വളരെ അനുകൂലമാണ്. കുട്ടികളും മുതിർന്നവരും കുട്ടികൾക്കും എല്ലാം അവരുടെ പ്രയത്നങ്ങളുടെ ഫലങ്ങൾ കിട്ടുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ കർക്കിടക മാസത്തെ കാണാം. കർക്കിടക മാസം പഞ്ഞമാസമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കന്നി രാശിക്കാർക്ക് അനുകൂലമായ മാസമാണ് ഈ വരുന്ന ഒരു മാസം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നല്ല ഹെൽത്ത് സംബന്ധമായി മുതിർന്നവർക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാര്യം 9-ലെ 7-ലെ രാഹുവും ലഗ്നത്തിലെ കേതുവൊന്നും അത്ര ഒരു അനുകൂലമായ സമയമല്ല. അപ്പോൾ അവർക്ക് പേരില്ലാത്ത അസുഖങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് അസുഖത്തിൻ്റെ പേരെന്നറിയില്ല, അസുഖമുണ്ട് എന്താണെന്നറിയില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ദമ്പതികൾക്കൊരു പ്രത്യേക കാര്യം കൂടെ പറയാം, സംശയ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ആരെയും സംശയിക്കണ്ട. പ്ലെയിനായിട്ട് തന്നെ കാര്യങ്ങൾ സ്ട്രേറ്റ് തന്നെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ക്ലിയർ സംസാരിച്ച് ക്ലിയർ ചെയ്യണം. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ കൂടെ ഇതിനകത്ത് പറയാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്ന ഹെൽത്ത് സംബന്ധമായിട്ട് കർത്തവാവാണ് അടുത്ത മാസം വരുന്നത്. അടുത്ത മാസം വരുന്ന കർത്തവാവിൻ്റെ പ്രത്യേകതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർക്കിടകവാവാണ്. അത് അടുത്ത ആഗസ്റ്റ് മാസം 3-ാം തീയതി 4-ാം തീയതി ആയിട്ടാണ് കർക്കിടക. 3-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി 4-ാം തീയതി വൈകിട്ട് വരെ ഉണ്ട് ഈ കർക്കിടക വാവ് ദിവസം, അമാവാസി എന്ന് പറയുന്നത്. എന്താണ് അമാവാസി? ബന്ധങ്ങൾ, കുടുംബം, മാതാവ്, മനസ്സ്, പാരമ്പര്യം തുടങ്ങിയവ പ്രതിനിധീകരിക്കുന്ന കർക്കിടകൻ രാശിയിൽ സൂര്യനും ചന്ദ്രനും ഒരേ ദിവസം ഒരേ ബിന്ദുവിൽ വരുന്ന സമയത്തിനെയാണ് നമ്മൾ അമാവാസി എന്ന് പറയുന്നത്. ആ അമാവാസി കർക്കിടക മാസത്തിൽ അമാവാസി എന്ന് പറയുന്നത് പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എന്താണ് നമ്മൾ പറയുന്നത്? പിതൃക്കൾ നമ്മളെ നോക്കിയിരിക്കുക. എൻ്റെ മക്കളോ കൊച്ചുമക്കളൊക്കെ വരുന്നുണ്ടോ, എനിക്ക് വിശക്കുന്നു എന്നുള്ള മട്ടിൽ പിതൃക്കൾ ഇരിക്കുമെന്നാണ് നമ്മുടെ ഭാരതീയ സങ്കല്പം. അപ്പോൾ നമ്മൾ പിതൃക്കളെ അന്വേഷിച്ച് അവിടെ പോയി അവർക്ക് ബലിയർപ്പിക്കും. എന്താ പ്രാർത്ഥിക്കണ്ടേ?
ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഞങ്ങളെ തെറ്റുകൾ കുറ്റങ്ങൾക്ക് മാപ്പാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ബലി അർപ്പിക്കുന്നത്. ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, ഞങ്ങളെ ബലി അർപ്പിച്ചു കഴിഞ്ഞു, പിതൃക്കളെ ഞങ്ങൾക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ആ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ഒരു വർഷക്കാലഘട്ടം യാതൊരു സുഖവും ഒരു പ്രശ്നവും ഇല്ലാതെ സമൃദ്ധമായൊരു വർഷമായിരിക്കും പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നത് എന്നാണ് ആചാര്യൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിക്കോട്ടെ, എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.